ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയാലോ. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ നുറുക്ക് ഗോതമ്പ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട്. പെട്ടെന്ന് കുതിർന്ന് കിട്ടാനാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലിട്ട് 2-3 മണിക്കൂർ കുതിർത്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ കുതിർത്തെടുത്ത നുറുക്ക് ഗോതമ്പ് വെള്ളം വാർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഞാനതിപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ടൊഴിച്ച് അരിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. പാലൊക്കെ നന്നായി സെപ്പറേറ്റായി വന്നു. ഇനി നിങ്ങൾക്ക് ആ അരിച്ചെടുത്തതിൽ കുറച്ചുകൂടെ പാലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. എനിക്കിതിപ്പോൾ ഇവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ പാല് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് കിട്ടിയതിനനുസരിച്ചിട്ടാണ് നമ്മൾ പശുവിൻ പാലും കൂടെ ചേർക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് പാല് കിട്ടിയപ്പോൾ ഞാൻ 2 കപ്പ് പശുവിൻ പാലും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ആ നുറുക്ക് ഗോതമ്പിൻ്റെ മട്ട് ആ ഒരു പൊടി പോലത്തത് അടിഞ്ഞുകൂടി വെള്ളം മാത്രം പെട്ടെന്ന് മേലേക്ക് തെളിയും. അപ്പോൾ അത് പെട്ടെന്ന് അടി കട്ട പിടിച്ച് പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതിയാവും. ഇനി ഒന്ന് ഇരുന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടിയും തിക്കാവും. ഇനി നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ സ്ട്രോബെറി എസൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുമ്പ് വാനില എസൻസ് ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ സ്ട്രോബെറി എസൻസ് ചേർത്തു. ഫോട്ടോക്കൊക്കെ ഒന്ന് കളറാവും ചെയ്യും, മക്കൾക്ക് ടേസ്റ്റ് അത് മാറ്റി പിടിക്കുകയും ചെയ്യാം എന്ന് കരുതി ഞാനിതിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് മാറ്റി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാൽപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്കൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ പീസ് വെച്ച് അതിന് മുകളിലായിട്ടാണ് ഇത് മൂടി വെച്ച് ലോക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നത്. ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചാൽ ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും അതിൽ വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊഴിച്ച് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്തത് വീണ്ടും നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒഴിച്ച് ഇനി ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് മൂടി വെച്ച് നന്നായി ലോക്ക് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കാം. ഇതുപോലെ നന്നായി പെർഫെക്റ്റായി മൂടാൻ പറ്റുന്ന മൂടി ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനൊന്ന് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. ഞാനിതിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ടേസ്റ്റ് ചെയ്താൽ പറയില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ വാങ്ങിക്കുന്ന സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളതെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും, ഒരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.